ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനah. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന അശ്ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖൈറു ആബാഇക മൻ അല്ലമക ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഗൗസ കുല്ലി വറാ ഖുതുബസ് സമാ വസറാ യബ്ന റസൂലി സറാ ലൈലൻ അജീബ സുറാ താജൽ കിറാമി ശറാഫിൽ കുമ്മലിൽ കുബറാ അൻകും റിളം മിൻബറാ യാ മുഹിയദ്ദീനി. വേദിയിലും സദസ്സിലും സന്നിഹിതരായ മഹത്തുക്കളായ ഉലമാക്കളെ, ഉമറാക്കളെ, മൂമിനീങ്ങളെ, മൂമിനാത്തുകളെ, നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവന് പൊരുത്തപ്പെട്ട ഒരുമിച്ചുകൂടലായി അവൻ കബൂലാക്കട്ടെ. ഇതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഏറെ സന്തോഷമുള്ള ഒരു സദസ്സാണിത്. നമ്മുടെ അടുത്ത സുഹൃത്ത് ഉള്ളാളത്തിൽ 3 വർഷക്കാലം ഷരീക്കായി ജീവിച്ചിട്ടുള്ള വലിയ പ്രതിഭാശാലിയായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ മദനി അവരുടെ ശിഷ്യഗണങ്ങളുടെ സനദ് ദാന സമ്മേളനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കാണാൻ ചെറിയ ഒരു പരിപാടി എന്ന് തോന്നിയാലും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിശിഷ്ടാർഹവുമായ ഒരു പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നമുക്ക് നോട്ടീസിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നോട്ടീസ് നോക്കുമ്പോൾ തന്നെ ഒരു ഡിഫറൻ്റാണ്. സാധാരണ ഒരു സന്നദ്ധദാന സമ്മേളനം എന്ന് പറയുമ്പോൾ ഈ ലോക്കൽ തങ്ങന്മാരൊന്നും അവർക്ക് പിടിക്കില്ല. പിന്നെ വലിയ ഒരേ ദൂരത്തുനിന്ന് തങ്ങന്മാർ കൊണ്ടുവരണം. വിശിഷ്ടാതിഥികളായി വലിയ വലിയ പേരുള്ള സുഹൃത്തുള്ള ആൾക്കാർ കൊണ്ടുവരാനാണ് പതിവ്. അത് ഞാൻ ആക്ഷേപിച്ചതല്ല, അങ്ങനെയാണ് പതിവ്. പക്ഷേ ഇതൊരു ഡിഫറൻ്റായിട്ട് അവരുടെ ഉസ്താദന്മാരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഒരു ഡിഫറൻ്റായ നിലക്ക്, ഒരു ചുരുങ്ങിയ നിലക്ക് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനാ. ഉദ്ഉ, നിങ്ങൾ ദഅവത്ത് നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വഴിയിലേക്ക്. ആ വഴി തെറ്റിപ്പോകരുത്, നിന്റെ റബ്ബിൻ്റെ സബീലാകണം. അവിടെ വഴി തെറ്റിയാൽ ഇഖ്ലാസിന് വിഘാതമുണ്ടാകും. അതുകൊണ്ട് ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ സബീലിലേക്ക്. റബ്ബ് എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എന്ന് പറയാതെ. ഇലാ സബീലില്ല എന്ന് പറയാതെ ഇലാ സബീൽ റബ്ബിക, നിന്നെ തർബീത്ത് ചെയ്യുന്ന റബ്ബിൻ്റെ വഴിയിലേക്ക് നീ ദഅവത്ത് നടത്തണം. ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഹിക്മത്ത് കൊണ്ട്, തത്വജ്ഞാനം കൊണ്ട്, വൽ മൗഇദത്തിൽ ഹസന, സതുപദേശം കൊണ്ട്. ഹിക്മത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ക്ലാസ്സാണ് വളരെ ഫലപ്രദം. കാരണം ഇന്ന് തിരക്ക് പിടിച്ച കാലഘട്ടമാണ്, ആർക്കും സമയമില്ല. പ്രസംഗം പറയുന്നവർക്കും സമയമില്ല, പ്രസംഗം കേൾക്കുന്നവർക്കും സമയമില്ല, പഠിക്കുന്നവർക്കും സമയമില്ല, പഠിപ്പിക്കുന്നവർക്കും സമയമില്ല. തീരെ സമയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ വളരെ ഫലപ്രദവും വളരെ സുലഭവുമായ നിലക്ക് ദീനീ ദഅവത്തുകൾ നടത്തുക എന്നുള്ളത് കാലത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ. നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും 2-3 ഓൺലൈൻ ക്ലാസ്സുകൾ വെച്ചിട്ട് കോട്ട് കൊടുക്കുന്ന പരിപാടിയല്ല എന്ന്. അതല്ല, നേരത്തെ തന്നെ പണ്ഡിതന്മാരായ, ഇപ്പം നേരത്തെ 1ാം സ്ഥാനം കിട്ടിയ ആൾ എൻ്റെ കൂടെ പഠിച്ച ആളാണ്. നമ്മുടെ ഉസ്മാൻ ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ഇപ്പോഴാണ് കോട്ട് എടുത്തത്. ഉള്ളാളത്തിലേക്ക് ആ സാഹചര്യത്തിൽ വരാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഒരു സമൂഹത്തിൽ കോട്ട് എടുക്കാത്തവർക്ക് അത് ഒരു സനത്, എല്ലാവരും ചോദിക്കുന്നത് സനത് ഏത് സനതാ?
എത്ര വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണെങ്കിലും ഒരു സനദ് ഇല്ല എന്ന് പറയുമ്പോൾ ജാഹിലീങ്ങളായ ആൾക്കാർ എന്ത് പറയും? ഓ, അയാൾക്ക് സനദില്ല, അയാൾ പോരാ, നമ്മളെ പള്ളിക്ക് പോരാ. അയാൾ ഇൽമിനെ അളക്കാനുള്ള മാനദണ്ഡം അവർക്ക് അറിയില്ലല്ലോ. ഇൽമി എന്തുകൊണ്ടാണ് അളക്കുന്നത്? ഇപ്പോൾ ഇൽമിനെ അളക്കുന്നത് എന്തുകൊണ്ടാ? തടി കൊണ്ട്, താടി കൊണ്ട്, ഗാംഭീര്യത കൊണ്ട്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇൽമിന്റെ സത്ത എന്താണ് അത് മനസ്സിലാക്കാൻ കഴിയില്ല. മൊത്തത്തിൽ എത്രയോ അർഹരായ പണ്ഡിതന്മാർക്ക് ഒരു സനദ് എന്ന നിലയ്ക്ക് ബർക്കത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഒരു അർഹരാണ്. ജനങ്ങൾക്ക് ഈ അർഹത കാണിച്ചു കൊടുക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണിത് സനദ്. സനദ് എന്ന് പറഞ്ഞാൽ സനദുൽ മുത്തസിൽ. നേരത്തെ തന്നെ ഒരു ഉസ്താദിന്റെ അടുത്ത് പഠിക്കുമ്പോൾ അത് സനദുൽ മുത്തസിലാണ്. പണ്ട് സനദ് കിട്ടണമെങ്കിൽ പൊന്നാനിക്ക് പോകണം. പൊന്നാനിയിൽ അവിടെ പാസ്സായി വന്നാൽ വലിയ സനദുള്ള പണ്ഡിതൻ, ഒരു ആലിം എന്ന് പറയും. ഇന്ന് പൊന്നാനിക്ക് 1000 വട്ടം പോയാലും വിലയില്ല. ഈ കാലം എങ്ങനെയാണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ ബിരുദം എടുക്കണം, എന്തറിഞ്ഞില്ലെങ്കിലും ശരി, ബിരുദം ഉണ്ടായാൽ വലിയ പേര്. അതാണ് ഈ കാലഘട്ടം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നേരത്തെ തന്നെ അറിവുള്ള ജനങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് അവർക്ക് ഒന്നും കൂടി അറിവുകൾ പകർന്ന് സനദോടുകൂടെ ഇവിടെ കോട്ടുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഇത് ഖിയാമ നാൾ വരെ നിലനിർത്തട്ടെ. ഇതൊരു വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ആൾക്കാണ് ആശ്വാസം? ഞാൻ ഇത്രയെല്ലാം പഠിച്ചിട്ട് എനിക്കൊരു ജോലി കിട്ടുന്നില്ലല്ലോ, എനിക്ക് എവിടെയും ഖതീബ് സ്ഥാനം കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട്? എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ എവിടെ പാസ്സായി നിന്ന്. അപ്പോൾ പാസ്സായിട്ടില്ല, അതുകൊണ്ട് ജോലിയുമില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു അത്താണിയാണ്. പഠിപ്പെല്ലാം ഉണ്ട്, സനദില്ല. സനദില്ല എന്ന് പറഞ്ഞാൽ ഹിസിയാ സനദില്ല എന്നാണ്, മാനിവേ സനദില്ല എന്നല്ല. മാനിവേ സനദ് ഉണ്ട്. ഒരു ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ തന്നെ മാനിവേ സനദ് അവിടെ നടന്നു. ഹിസിയാ സനദ് ഇല്ല എന്നുള്ളതാണ്. എന്താണ് ഈ സനദ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ സനദിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? പൊതുവെ സനദിൽ എഴുതിയിട്ടുള്ളത് അജജ്നാഉ ബിത്തദ്രീസി വൽ മുതാലഅ, ദർസ് എടുത്ത് കൊടുക്കൽ കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇജാസത്ത് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ വൽ മുതാലഅ, ഗ്രന്ഥ അവലോകനം ചെയ്യണം. കാലത്തിൻ്റെ ഒരു ആവശ്യകതയാണത്. ഇൽമി എത്ര പഠിച്ചാലും പോരാത്ത കാലഘട്ടമാണിന്ന്. എത്ര പുതിയ പുതിയ പ്രസ്ഥാനക്കാർ, അതിനേക്കാൾ ഉപരി ഇന്ന് ഇസ്ലാമിന് എക്സായിട്ടുള്ള പലരും, ഇസ്ലാമിന് എക്സായിട്ടുള്ള മാജികളായിട്ടുള്ള, ഇസ്ലാം വിട്ടുപോയിട്ട് മുർത്തദീങ്ങളായിട്ടുള്ള ജനങ്ങൾ മനമസ്തിഷ്കങ്ങളെ കവർച്ച ചെയ്യുന്ന ഒരു രീതിയിൽ ഈമാൻ തന്നെ കൊള്ളയടിക്കുന്ന വിധത്തിലാണ് അവർക്കുള്ള ചോദ്യങ്ങളും അവർക്കുള്ള വിഷയ അവതരണങ്ങളും. ആരും തെറ്റിപ്പോവും. അങ്ങനെ അവർക്കുള്ള ആ തെറ്റായ വികരമായ വാദങ്ങൾക്ക് ശരിയായ മറുപടി പറയുന്ന വിധത്തിൽ ഇന്ന് കാലഘട്ടത്തിന്റെ ഉലമാ ഉയരണം. ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തുൽ ഹസന എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. മൻ യുരിദില്ലാഹു ബിഹി യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു എല്ലാവർക്കും ഖൈർ ഉദ്ദേശിച്ചാൽ, ഖൈറൻ ഇവിടെ നെക്കിരിയാക്കി പറഞ്ഞിട്ടുള്ളത് ധാരാളം ഖൈർ എന്ന അർത്ഥത്തിലാണ്. ധാരാളം ഖൈർ, ചെറിയ ഖൈർ എന്നല്ല. ധാരാളം ഖൈറാണ് ഒരാൾക്ക് കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അവനെ വലിയ മതപണ്ഡിതനാക്കും എന്നുള്ളതാണ്. വെറും ഫഖീഹ് ആക്കും എന്നുള്ളതല്ല, വെറും മുഹദ്ദിസാക്കും എന്നുള്ളതല്ല, വെറും മുഫസ്സിറാക്കും എന്നുള്ളതല്ല. എല്ലാ ഫന്നുകളിലും അവഗാഹമുള്ള ഒരു നിബന്ധനായ മുതബഹിറാക്കും, അതുപോലെ ആലിം എന്ന നിലയ്ക്കുള്ള ആലിമാക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ആലിമായി വന്നവരാണ്, പക്ഷേ നമ്മൾ ആരെയും നിസ്സാരമാക്കിക്കൂടാ. കാരണം ഇൽമില്ലാത്ത ഒരാളും ഈ ലോകത്തില്ല. എന്തെങ്കിലും ഇൽമുണ്ടാവും, അതുകൊണ്ട് ആരും നിസ്സാരമാക്കാൻ പറ്റില്ല. എല്ലാ ഇൽമുകളും കരഗതമാക്കിയിട്ടുള്ള ഒരു സർവജ്ഞനായ ഒരാളുണ്ടെന്ന് തേടിപ്പോയാൽ ഒരാളെയും കിട്ടുകയില്ല. സർവജ്ഞന ഒരാളും ഇവിടെ ഇല്ല. തീരെ പഠിക്കാത്ത ആളും ഇല്ല. എന്തെങ്കിലും പഠിപ്പുണ്ടാവും. ആലിമെന്ന് ഇങ്ങനെ ബാഹ്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവനിക്ക് പല ഇൽമുകളും ഉണ്ടാകാം. ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഒരു പ്രായപൂർത്തിയായ ഒരു സംഗതി, ഒരു നായിക്ക് പ്രായപൂർത്തിയാകുന്നത് എങ്ങനെയെന്ന് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു എന്നാണ്. അവസാനം ഒരു സാധാരണയായ ഒരാൾ
കണ്ടുമുട്ടി, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പം ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു നായ തൻ്റെ കാല് ഉയർത്തിയിട്ട് മുദ്രിക്കുന്ന അവസരത്തിലാണ് പ്രായപൂർത്തിയായി എന്ന് ബോധ്യപ്പെടുക. ആ ഒരു ഇൽമ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ പഠിച്ചിട്ടുള്ളത് അതേപോലത്തെ വേറെ പണ്ഡിതനിൽ നിന്നല്ല, അല്ല അതിനേക്കാൾ വലിയ ഉപരിയായിട്ടുള്ള വലിയ പണ്ഡിതന്മാരിൽ നിന്നല്ല. അപ്പം ഇൽമ് പഠിക്കുക എന്നുള്ളത് എത്ര ചെറിയാൾ നിന്നും പഠിക്കാം, എത്ര വലിയാൾ നിന്നും പഠിക്കാം. അൽ ഹിക്മത്തുൽ ളാല്ലത്തുൽ മുഅ്മിൻ എന്നല്ലേ പറഞ്ഞ. ഹിക്മത്ത് എന്നുള്ളത് മുഅ്മിന മനുഷ്യൻ്റെ കളഞ്ഞുപോയ സ്വത്താണ്. ആ കളഞ്ഞുപോയ സ്വത്തിനെ നിങ്ങൾ എവിടെ നിന്ന് കണ്ടാലും, എങ്ങനെ കണ്ടാലും, ആരിൽ നിന്ന് കണ്ടാലും പെരുക്കി എടുക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇൽമിൻ്റെ ധാരാളം ഇൽമിനെ പറ്റി പറഞ്ഞല്ലോ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിലാണ് നിങ്ങൾ ഉള്ളത്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഇൽമ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഇൽമിൻ്റെ ലക്ഷ്യം എന്താ? ഇൽമിൻ്റെ ലക്ഷ്യം എന്താണ്? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാക്കൾക്കുള്ളതായ ആ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഗായത്ത് അൽ ഖശ്യത്തു എന്നുള്ളതാണ്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഇൽമ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന കുറച്ച് ഇൽമ് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് അൽ ഉലമാ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. ഈ ഉലമാക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായതുകൊണ്ടാണ് ഇൽമിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മുസ്ലിമായ ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും മേലെ ബാധ്യതയാണ് ഇൽമ പഠിക്കുക എന്നുള്ളത്. ഇത് ബേസിക് ജ്ഞാനമാണ്, ബേസിക് നോളജാണ്. അതായത് അടിസ്ഥാനപരമായ ഇൽമ് അത് എല്ലാവരും പഠിച്ചിരിക്കണം. ഏറിയ ഇൽമ് രണ്ട് വിധത്തിലുണ്ടല്ലോ. അൽ ഇൽമു ഇൽമാനി, ഇൽമു രണ്ട് വിധത്തിലുണ്ട്. ഇൽമുൽ അദിയാൻ, ഇൽമുൽ അബ്ദാൻ. ഇൽമുൽ അദിയാൻ എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇൽമ്. ഇൽമുൽ അബ്ദാൻ എന്ന് പറഞ്ഞാൽ ശരീരം സംബന്ധമായിട്ടുള്ള ഇൽമുകൾ, വേദശാസ്ത്രം, മറ്റുള്ള ശാരീരിക ശാസ്ത്രങ്ങൾ, ബയോളജി, തിയോളജി, പലതും ഉണ്ടല്ലോ. അതെല്ലാം ഉസ്താദിനറിയാം. അങ്ങനെ പലതും ഇൽമുകൾ, ഫന്നുകളുണ്ട്. ആ ഫന്നുകളെല്ലാം ഇൽമുൽ അബ്ദാനിൽപ്പെട്ടതാണ്. ഇൽമുൽ അദിയാൻ എന്ന് പറഞ്ഞാൽ 4 മദ്ഹബ് സംബന്ധമായിട്ടുള്ള ഇൽമുകൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മദ്ഹബല്ല, 4 മദ്ഹബുകളും കൂടിയിട്ടുള്ളതാണ് ഇസ്ലാം. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ മാത്രം ഞങ്ങൾ ജീവിച്ചാൽ പോരാ, ഞങ്ങൾ സൗദിക്ക് പോയാൽ അവിടെയും ജീവിക്കണം. അവിടെ നമ്മളെ മദ്ഹബ് പോലെ നമ്മൾ ജീവിച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അയാൾ എന്താണ് അങ്ങനെ ചെയ്തത്, ഇയാൾ എന്താണ് ഇങ്ങനെ ചെയ്തത് ചോദ്യം ഉണ്ടാകും. അതിന് ചോദ്യത്തിൻ്റെ മറുപടി ഞങ്ങൾ കണ്ടെത്താൻ 4 മദ്ഹബുകളും ഞങ്ങൾ പഠിച്ചിരിക്കണം. ആ 4 മദ്ഹബുകളും പഠിച്ചാൽ പിന്നെ സംശയമില്ല. പല കാര്യങ്ങളുണ്ട്. അപ്പോൾ 4 മദ്ഹബുകളും പഠിക്കുക എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. മൻ യുരിദില്ലാഹു ബിഹി യഫഖിഹു ഫിദ്ദീൻ എന്നത് വെറുതെയല്ല. അപ്പം 4 മദ്ഹബുകളും അവഗാഹം നേടുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഹദീസ് ജ്ഞാനം എന്തിനാ പഠിക്കുക? ചിലർ പറയാറുണ്ട് ഹദീസ് എന്തിനാ പഠിക്കുന്നത്, ഫിഖ് പഠിച്ചാൽ പോരാ, ഫിഖ് മാത്രം പഠിച്ചാൽ പോരാ, ഹദീസും കൂടി പഠിക്കണം. ഈ ഫിഖിന്റെ അടിസ്ഥാനം എന്താണ്? ഹദീസാണ്, കിതാബാണ്. ആ ഹദീസും കിതാബും കൂടി പഠിക്കണം. എതിൽ നിന്നാണ് ഇസ്തിംബാദ് ചെയ്തിട്ടുള്ളത്? ആ ഇസ്തിംബാദ് ചെയ്തിട്ടുള്ളതായ ആ കിതാബിന്റെ അടിസ്ഥാനങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹദീസിന്റെ ജ്ഞാനം അതും പഠിച്ചിരിക്കണം. ബർക്കത്തിന് വേണ്ടി മാത്രമല്ല, അത് ശരിക്കും ഗവേഷണം ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇൽമിന്റെ രുചി കിട്ടണം. എന്നിട്ട് ഈ ഇജാസത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ കമാ അജ്സനാഉ ബിൽ മുതാലഅതി വത്തദ്രീസി വതഖ്വല്ലാഹി ബിസ്സിർരി വൽ അലൻ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ തഖ്വ ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖശ്യത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഭാഗമാണ്. ആ ഖശ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ തഖ്വല്ലാഹി ബിസ്സിർരി വൽ അലൻ എന്ന് പറയാൻ പറ്റൂ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക. പരസ്യത്തിൽ മാത്രമല്ല, പരസ്യത്തിൽ എല്ലാവരും ഭയപ്പെടും,
സിറിൽ ഭയപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മർമ്മം ഉണ്ടാവുക. ആരും ഇല്ലാത്ത സ്ഥലത്ത് അള്ളാഹുവിനെ ഭയപ്പെടുക. വത്തഖില്ലാ, അള്ളാഹുവിനെ നീ ഭയപ്പെട്ടോ എന്ന് പറഞ്ഞില്ലേ? ഒരു സുന്ദരിയും സുമുഖയും കുലീനയുമായ ഒരു സ്ത്രീ ഒരു തറവാട്ടുകാരനായ ഒരു സുമുഖനായ പുരുഷനെ വിളിക്കുന്ന അവസരത്തിൽ ആ പെണ്ണ് പറഞ്ഞത് എന്താണ്? ഫത്തഖില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ടോ. ഈ അള്ളാഹുവിനെ ഭയപ്പെട്ടോ എന്നുള്ള കാര്യം ഇത് ഫി സിർരി എന്ന് പറയുന്നതിൽ പെട്ടതാണ്. സിറിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയുമല്ലാതെ മൂന്നാമത്തെ ആൾക്ക് പ്രവേശനമില്ലാത്ത, ഒരു അറിവിന് ഒരു ദഖലും ഇല്ലാത്ത ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടു എന്നുള്ളതാണ്. അർശിൻ്റെ തണൽ കിട്ടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അപ്പം ഇൽമ പഠിക്കുക എന്നുള്ളത് അള്ളാഹിനെ പേടിച്ച് ജീവിക്കാനാണ്. ഏതും ജോലി കിട്ടാനല്ല, വേറെന്തെങ്കിലും കിട്ടാനല്ല. അപ്പം ഇൽമ പഠിക്കുക എന്നുള്ള ഉദ്ദേശം എന്താ? അള്ളാഹിൻ്റെ വജീനെ കരുതുക. അപ്പം അള്ളാഹിൻ്റെ വജീനെ കരുതിക്കൊണ്ട് ഒരാൾ പറഞ്ഞ്, ഈ നിങ്ങളെന്തിനാ ഇൽമ പഠിക്കുന്നത്? ഞാൻ ഇൽമ പഠിക്കുന്നത് ഒരു മുദരിസായി നിൽക്കാനാണ്. ആ മുദരിസായി നിൽക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ? അത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് അള്ളാഹിൻ്റെ വജീനെ കരുതിക്കൊണ്ടാണ്. നേരെ മറിച്ച് പാമരന്മാരോട് തർക്കങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം ചെയ്തുകൊണ്ട് പബ്ലിക്കലായിട്ട് സ്റ്റേജ് കെട്ടിയും കൊണ്ട് സമുദായത്തെ ഭിന്നിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഒരാളെന്ത് ചെയ്യും? വാദപ്രതിവാദം ചെയ്തിട്ട് എനിക്ക് വലിയ എലുമുണ്ട് എന്ന് തെളിയിക്കും ജനങ്ങളോട്. വലിയൊരു കിതാബ് തിരിയുന്ന ആളാണ്. വാദപ്രതിവാദം ചെയ്തിട്ട് നൂതനവാദികളെ, പുത്തൻ പ്രസ്ഥാനക്കാരെ ഭയങ്കരം അയാൾ ആയത്തും ഹദീസും ഓതി ഭയങ്കരം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഒരു മുബ്തദീങ്ങളെ സിംഹസ്വപ്നമാണ് എന്ന് പറയിക്കുന്ന വിധത്തിലുള്ള വാദപ്രതിവാദങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ ലബലേശം പോലും തരിമ്പ് പോലും അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമല്ല. ഒന്ന് ജനങ്ങളെ ഭിന്നിപ്പിച്ചതാണ്. തെറ്റിദ്ധരിച്ച ജനങ്ങളെ പിന്നെയും ഒന്നും കൂടി തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലാതെ എന്താണ് അതിൽ ഉണ്ടാവുക? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ തന്നെ വന്നിട്ടുള്ളതും അത് പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിലാർക്കും സംശയമില്ല. അതിന് വാദപ്രതിവാദം ആവശ്യമില്ല. സുന്നികൾ എപ്പോഴും സുന്നിയായിട്ട് തന്നെ നിലനിൽക്കും. മുബത്തദീങ്ങളായിട്ട് അവർക്കുള്ള കുതന്ത്രങ്ങളും അവർക്കുള്ള തെറ്റായ വിശ്വാസങ്ങളും ജനങ്ങളോട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങളും ഇവിടെ നടത്തും, യുക്തിവാദികൾ നടത്തുന്നത് പോലെ. അള്ളാഹു എല്ലാ ബിദ്അത്തിൽ നിന്നും കുഫ്റിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ ഏതിൻ്റെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ദഅവത്ത് മേഖല ഇന്ന് വളരെ ആവശ്യമുള്ള പുതിയ ഒരു കാൽവെപ്പിലേക്ക് നീങ്ങേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം ഒരുക്കങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. പ്രത്യേകമായ സിലബസ് ഉണ്ടാക്കണം, പ്രത്യേകമായ ഫോർമുല ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഒരു തലമുറ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ജീവിക്കുന്ന, അടിയുറച്ച് ജീവിക്കുന്ന, അതിനൊക്കെല്ലാം മറുപടികൾ പറയുന്ന, അതിൻ്റെ കാര്യങ്ങളെല്ലാം സമർത്ഥിക്കാൻ പറ്റുന്ന ഇൽമിൻ്റെ ഉടമകളായി മാറാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾക്ക് പശിക്കുന്നുണ്ടല്ലോ, ആ പശി എന്നുള്ളത് വലിയ കാര്യമല്ലേ? അത് ജൂവൽ അതുഷ് പഠിക്കുന്ന സമയം അയ്യാ തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആ സമയത്ത് ഇൽമു കൊടുക്കണമെന്നാണ്. ഖാതിബിൻ നാസല ഖദ്രി ഉഖൂലിഹിം, അവർക്കുള്ള അഖിലിൻ്റെ പ്രമാണം, ഭൗതിക പ്രമാണം അനുസരിച്ച് നിങ്ങൾ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ്. പശിക്കുന്ന സമയത്ത് നിസ്കാരം വരെ നീട്ടിവെക്കാന്നല്ലേ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഇപ്പം ദാഹം ബത്നിൻ്റെ ദാഹമാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇത് വലിയൊരു കാര്യമാണ് നമ്മുടെ DS അബ്ദുറഹ്മാൻ മദനി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിലനിർത്തട്ടെ, ധാരാളം ബർക്കത്ത് അള്ളാഹു ചെയ്യട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾക്കും ധാരാളം ഖൈറും ബർക്കത്തും ആഫിയത്തും സലാമത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചുരുക്കുകയാണ്. ദുആയിലേക്ക് കടക്കുകയാണ്. അൽ ഫാത്തിഹ.
ബഹുമാനപ്പെട്ട തങ്ങൾ ദുആയിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ മദതികൾ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ആളെ അവരുടെ ചുറ്റുഭാഗത്തുള്ള സ്നേഹിതന്മാരെല്ലാം പോയിട്ട് കണ്ടപ്പോൾ വേറെ പബ്ലിക്കിലുള്ള കളക്ഷനൊന്നും ഞമ്മക്കുന്നില്ല. അങ്ങനെ ഒരു റിസീവറൊന്നും ഞമ്മക്കില്ല. പിന്നെ മദതികൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ പോയി കണ്ടപ്പോൾ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് വലിയ സംഭാവനകൾ നൽകിയവരുണ്ട്. അത് ഉസ്താദുമാരെ പിരിസം വെച്ചിട്ട് കൊടുത്തതാണ്. അതുപോലെ ഒരുപാട് അരി, നമ്മുടെ അബൂബക്കർ മദതി അവരുടെ ഇറപ്പിൽ ഒരുപാട് അരി വന്നതിൽ അതിൽ സുഖമില്ലാത്ത ആൾ പ്രത്യേകമായിട്ട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുണ്ടെടുക്കത്ത് ജോലി ചെയ്യുന്ന അബൂബക്കർ മദതി അവരുടെ പള്ളീൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി എല്ലാം വലിയ സന്തോഷത്തോടുകൂടെ വന്നിന് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബടക്കവയിൽ ബഷീറാക്ക, അതുപോലെയുള്ള ദൂരത്തുള്ള ആൾമാരെല്ലാം വന്ന് എല്ലാവർക്കും വേണ്ടി ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ വലിയ സംഭാവനകൾ, ചെറിയ സംഭാവനയല്ല, ലക്ഷക്കണക്കിന് ചിലവുള്ളതാണ്. കോട്ടും ഇതെല്ലാം. അപ്പോൾ അതെല്ലാവും താങ്ങിയിട്ട് അതിന് വേണ്ടിയുള്ള എല്ലാ സഹായത്തിന് വേണ്ടി രാത്രിയും പകലും ഓടി പ്രവർത്തിച്ച എല്ലാ മദതി പണ്ഡിതന്മാരും അവരെ താങ്ങിയ, സഹായിച്ച, സഹകരിച്ച ഓരോരോ ആളുകൾക്കും അവരുടെ എല്ലാ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയും ഈ മഹത്തായ പരിപാടിയിൽ അയാളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മംഗലത്തിൻ്റെ കാര്യം കുറച്ച് പ്രശ്നത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയും ദുആരക്കണം. ഈ ജമാഅത്ത്, താളിത്തനൂജി ജമാഅത്ത്, ഈ ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തകന്മാർ ഇവിടെ SSF, SYS, KMJ എല്ലാം കുറഞ്ഞ ആളുകളുണ്ടെങ്കിലും എല്ലാ സജീവ സംഘടനയുടെ ഒരു കേന്ദ്രമാണ് താളിത്തനൂജി. ഈ ജമാഅത്തിൻ്റെ ആഡളിത കമ്മിറ്റി മെമ്പർമാരും ജമാഅത്തുകാരും എല്ലാവർക്കും വേണ്ടി സഹായിച്ചവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് ഭക്ഷണവും കഴിഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബുള്ള തങ്ങളുടെ നസീഹത്തും അതുപോലെ എല്ലാ പ്രവർത്തികളും അല്ലാഹു തആല വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ദുആയ്ക്ക് വേണ്ടി നേതൃത്വം അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മളുടെ ജമാഅത്തിൻ്റെ ഖജാൻജായ മുഹമ്മദ് അവരുടെ കാക്ക ഖാദറാജർ മൗത്തായിട്ടുണ്ട്. അവരുടെ ബഗയിൽ പ്രത്യേകമായി തങ്ങൾ ദുആ ചെയ്യണമെന്നും അതുപോലെ നമ്മുടെ സാലാം അമ്മച്ചൻ അബ്ദുറഹ്മാൻ മുഞ്ഞാന്നവർ മരണപ്പെട്ടു പോയി. അയാൾക്ക് വേണ്ടിയും അവന് വേണ്ടിയും പ്രത്യേകമായി മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തങ്ങൾ അവർക്ക് അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലവും പള്ളിക്ക്, ഈ പള്ളി കെട്ടിയതൊക്കെ നമ്മുടെ DS അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ ബാപ്പയും ഇവിടുത്തെ കുടുംബവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൂലി സവാബുകൾ മുഴുവനും അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ബർസഖ് ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അടുത്ത് മരണപ്പെട്ടു പോയ സാലെ അമ്മച്ച അല്ലേ മകൻ, അതുപോലെ പിന്നെ ഒരാളും കൂടി പറഞ്ഞല്ലോ ഖാദറാജി, അദ്ദേഹത്തിൻ്റെയും ഖബറിടം അള്ളാഹു സ്വർഗ്ഗവളപ്പാക്കട്ടെ.
ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാഫാക്കി കൊടുക്കട്ടെ. അവരുടെ ബർസഖ് ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു സംഭ്രമം ഉണ്ടാക്കാൻ ഏറെ അങ്ങോട്ടും ഇങ്ങോട്ടും അധ്വാനിച്ചവരും അകമൊഴിഞ്ഞ് സഹായിച്ചവരുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുഴുവനും അർഹമായ പ്രതിഫലം ഇരുവീട്ടിൽ നൽകുമാറാകട്ടെ. ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഓടി നടന്നിട്ടുണ്ടോ, ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവനും അള്ളാഹു അവരുടെ എല്ലാ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും ബേജാറുകളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അവരുടെ ബിസിനസ്സിലും വ്യാപാരത്തിലും കൃഷിയിലും അവരുടെ എല്ലാ ഹൈറായ പ്രവർത്തനങ്ങളും അള്ളാഹു ഹൈറും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അതുപോലെ നമ്മുടെ റസാഖ് മദനിയുടെ മകളുടെ പ്രസവം നടക്കാൻ അടുത്തിരിക്കുന്നു. സുഖപ്രസവം കിട്ടാൻ വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. നാർസ് ഉസ്താദിൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല റാഹത്തും സന്തോഷവും നല്ല ആഫിയത്തും സലാമത്തും നൽകുമാറാകട്ടെ. അതുപോലെ ആ പെണ്ണുങ്ങൾക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. أوصل اللهم ثواب قراءتنا بركة دعائنا مقبولة منا إلى حضرة نبينا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم وسائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات أرواح أمواتنا وأموات المسلمين أندفنوا حول هذا المسجد. اللهم اجعل صواب ما قرأناه فداء لنا ولهم من النيران واجمع بيننا وبينهم في جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. أرحم الراحمين يا راج سيدا يا ملك الجبار يا الله. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമൽ കുറഞ്ഞവരാണ്, എല്ലാത്തിലും കുറഞ്ഞ അടിയാറുകളാകുന്നു റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ മഹല്ലായ ഫضല് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെ നീ വിട്ടുപുറത്തു മാഫ് ചെയ്യണേ അല്ലാ. റഹ്മത്തിൻ്റെ നോട്ടം കൊണ്ട് ഞങ്ങളെ നീ നോക്കണേ അല്ലാ. ഗളബിൻ്റെ അദാബിൻ്റെ നിഖമത്തിൻ്റെ നോട്ടം കൊണ്ട് ഞങ്ങളെ നീ നോക്കല്ല റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് സലാമത്ത് സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. ദുനിയാവിൽ ജീവിക്കുന്നത്ര കാലം ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അള്ളാഹുവേ, നിന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലും ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് എൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരണപ്പെടുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മൂമിനീങ്ങളെയും മൂമിനാത്തുകളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാഫിയ ഇൽമ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഉഖർവയ മുതഅല്ലിമുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മുർ റഹീമീനായ രാജ സയ്യിദായ അല്ലാഹ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ തുറസ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള ബേജാറുകൾ നീ അകറ്റണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള വിഷമങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. നമ്മുടെ ശരീരത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന ശാരീരികവും മാനസികവും ആത്മീയമായ എല്ലാ രോഗങ്ങളും ദണ്ണങ്ങളും സീക്കുകളുമെല്ലാം നീ മാറ്റിത്തന്നുകൊണ്ട് കാമില ആഫിയത്ത്, കാമില ഷിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ പൊരുത്തത്തിലായിട്ട് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മശായിഖന്മാരുടെയും നമ്മളുമായി ഖൈർ കൊണ്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുഖലോക സ്വർഗത്തിൽ അവരെയും നമ്മളെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ ഇവിടെ പരിപാടി നടത്താൻ ഒരുക്കി തന്ന ജമാഅത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഇംദാദിയ കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഇവിടെ തടിച്ചുകൂടിയ ഉലമാക്കൾക്കും സനദ് വാങ്ങിയിട്ടുള്ള ഉലമാക്കൾക്കും അല്ലാഹു റഹ്മത്തും ബർക്കത്തും ആഫിയത്തും സലാമത്തും ഇസ്സത്തും ഇരു വീട്ടിലും നൽകുമാറാകട്ടെ. റഹ്മുർ റഹീമീനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നമ്മുടെ പഠനത്തിലും അധ്യാപനത്തിലും നമ്മുടെ പോക്കിലും വരവിലും യാത്രയിലും നമ്മുടെ സേവനത്തിലും നമ്മുടെ എഴുത്തിലും നമ്മൾക്കുള്ളതായ പ്രസംഗത്തിലും നമ്മൾക്കുള്ള വയതിലും നീ ഖൈറും ബറക്കത്തും ഏറ്റിത്തരണം റഹ്മാനെ. എല്ലാ ആഹത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. അള്ളാഹുവെ, പ്രസവിക്കാൻ അടുത്തായ
പെണ്ണുങ്ങളുണ്ട് അള്ളാഹുവേ, അവർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾക്കുള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും ബുദ്ധികൂർമ്മതയും നല്ല ബുദ്ധി വൈഭവമുള്ള നല്ല മക്കളായി ഇസ്ലാമിന്റെ വാക്താക്കളായി ഞങ്ങൾക്കുള്ള മക്കളെ നീ വാർത്തെടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ദീനീ ദഅവത്തിന്റെ ഭാഗത്തായിട്ടുള്ള ഈ സേവനം നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ ഖബൂലാക്കണേ റഹ്മാനെ. ഇനിയും കുറേ പണ്ഡിതന്മാരെ ദീനിന് വേണ്ടി വാർത്തെടുക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബന്ധപ്പെട്ട ഉസ്താദ് അവർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നമുക്കും ദീനിന്റെ ദഅവത്തിലായിട്ട് മുന്നേറാൻ, നിന്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ദുനിയാവിൽ ജീവിക്കുന്നത്ര കാലം ഇസ്സത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. ഒരാളെ മുമ്പിലും ഞങ്ങളെ നീ വഷളാക്കി കളയല്ല റഹ്മാനെ. ദഅവത്തിന്റെ മേഖലയിലും സേവനത്തിന്റെ മേഖലയിലും ജനങ്ങളിടയിൽ ഫളിഹത്ത് ആക്കുന്ന ഒരവസ്ഥയും ഞങ്ങളെ നീ പെടുത്തിക്കളയല്ല അല്ലാഹ്. ഇസ്സത്ത് നിലനിർത്തി തരണം റഹ്മാനെ. ഇസ്സത്ത് കാത്ത് സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അക്രമികളിൽ നിന്ന്, കാഫിരീങ്ങളിൽ നിന്ന്, പുത്തൻ പ്രസ്ഥാനക്കാരിൽ നിന്ന്, അതുപോലെ യുക്തിവാദികളിൽ നിന്നിട്ട്, എല്ലാ ശത്രുക്കളിൽ നിന്നിട്ടും, എല്ലാ മാഖ്യങ്ങളിൽ നിന്നിട്ടും, എല്ലാ ഹാസിദികളിൽ നിന്നിട്ടും നമ്മളെയും നമ്മൾക്ക് അഹൽക്കാരെയും നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലും താഴത്തിലും ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. കടങ്ങൾ നീ വീട്ടിത്തരണം റഹ്മാനെ. അള്ളാഹു, വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഹുഫുവത്ത പുതിയാപ്പളമാർക്ക് അവരെ കെട്ടിച്ചു കൊടുക്കാനുള്ള തൗഫീഖും സാഹചര്യവും നീ ഒരുക്കിത്തരണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.